നീ ഒരു കുട്ടിക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ടാകാം, നല്ല വസ്ത്രം വാങ്ങി കൊടുക്കുന്നുണ്ടാകാം, ഏറ്റവും മികച്ച സ്കൂളിൽ അയക്കുന്നുണ്ടാകാം. പക്ഷേ സൈക്കോളജി ചോദിക്കുന്നൊരു പ്രധാന ചോദ്യമുണ്ട്. നീ ആ കുട്ടിയുടെ മനസ്സ് ഉണ്ടാക്കുന്നുണ്ടോ? നല്ല പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ കുറേ നിയമങ്ങൾ ഉണ്ടാക്കലല്ല, അതൊരു കുട്ടിയുടെ ഉള്ളിൽ സുരക്ഷിതമായൊരു ലോകം പണിതെടുക്കുന്ന പ്രോസസ്സാണ്. ഒരു കുട്ടിയുടെ വളർച്ചയിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. 1. വൈകാരികമായി കൂടെയിരിക്കുക. നീ വീട്ടിലുണ്ടാകാം, പക്ഷെ നിന്റെ ശ്രദ്ധ മുഴുവൻ ഫോണിലായിരിക്കും. കുട്ടി നിന്നോട് എന്തെങ്കിലും വന്ന് പറയുമ്പോൾ നീ വെറുതെ ഒരു എന്ന് മൂളുക മാത്രം ചെയ്യും. സൈക്കോളജിയിൽ ഇതിനെ ഇമോഷണൽ ആബ്സെൻസ് എന്ന് വിളിക്കുന്നു. അതായത് ശരീരം അവിടെയുണ്ട്, പക്ഷേ ശ്രദ്ധയില്ല. ഒരു ദിവസം വെറും 10 മിനിറ്റ് ഫോണില്ലാതെ, മറ്റ് തടസ്സങ്ങളില്ലാതെ കുട്ടിക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കൂ. ആ 10 മിനിറ്റ് ആ കുട്ടിക്ക് നൽകുന്ന സന്ദേശം നീ എനിക്ക് പ്രധാനപ്പെട്ടവരാണ് എന്നാണ്. 2. വികാരങ്ങളെ തിരിച്ചറിയാൻ പഠിപ്പിക്കുക. കുട്ടി ദേഷ്യപ്പെടുമ്പോൾ ദേഷ്യപ്പെടരുത് എന്ന് നമ്മൾ പറയും. അപ്പോൾ ആ ദേഷ്യം എങ്ങോട്ട് പോകും? അത് അവൻ്റെ ഉള്ളിൽ തന്നെ അടങ്ങിയിരിക്കും. ഇതിനു പകരം നിനക്കിപ്പോൾ ദേഷ്യം വരുന്നുണ്ടല്ലേ, അത് സാരമില്ല, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു നോക്കൂ. വളരെ കുറച്ചു മാതാപിതാക്കൾ മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. ഇതിലൂടെ കുട്ടി തൻ്റെ വികാരങ്ങളെ തിരിച്ചറിയാനും അത് പ്രകടിപ്പിക്കാനും പഠിക്കുന്നു. മാനസികാരോഗ്യമുള്ള ഒരു മുതിർന്ന വ്യക്തിയായി വളരാൻ ഈ ഒരൊറ്റ സ്കില്ല് മതി. 3. സ്നേഹത്തോടെയുള്ള അതിർവരമ്പുകൾ. ചില മാതാപിതാക്കൾക്ക് കുട്ടികളോട് നോ പറയാൻ വലിയ പേടിയാണ്. കുട്ടിക്ക് വിഷമമാകുമോ എന്നാണ് അവരുടെ പേടി. പക്ഷേ സൈക്കോളജി പറയുന്നത് അതിർവരമ്പുകളില്ലാത്ത കുട്ടികൾ എപ്പോഴും ഉത്കണ്ഠാകുലരായിരിക്കും എന്നാണ്. കാരണം പരിധികളില്ലാത്ത ഒരു ലോകം ഒരു കുട്ടിക്ക് ഒട്ടും സുരക്ഷിതമായി തോന്നില്ല. ദേഷ്യത്തിലല്ല, മറിച്ച് ശാന്തമായി കാരണം വിശദീകരിച്ചു വേണം നിയന്ത്രണങ്ങൾ വയ്ക്കാൻ. ഇത് ചെയ്യരുത്, കാരണം ഇത് നിനക്ക് വേദനയുണ്ടാക്കും. ഇതാണ് ശരിക്കുള്ള സ്നേഹം. 4. കഴിവിനെയല്ല, പരിശ്രമത്തെ അഭിനന്ദിക്കുക. നീ ഭയങ്കര സ്മാർട്ടാണ് എന്ന് നീ കുട്ടിയെ പുകഴ്ത്തിയാൽ അവൻ പരാജയപ്പെടുമ്പോൾ ഞാൻ സ്മാർട്ടല്ലേ എന്ന് സ്വയം സംശയിക്കും. സൈക്കോളജിസ്റ്റ് കാരോൾ ഡെക്ക് ഇതിനെ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് എന്ന് വിളിക്കുന്നു. ഇതിനു പകരം നീ ഇതിനു വേണ്ടി നന്നായി പരിശ്രമിച്ചു എന്ന് പറഞ്ഞു നോക്കൂ. അപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാകും. ഞാൻ പരിശ്രമിച്ചാൽ എനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്ന ആ വിശ്വാസമാണ് അവൻ്റെ ആത്മവിശ്വാസം രൂപപ്പെടുത്തുന്നത്. 5. നീ തന്നെയാണ് അവരുടെ ആദ്യത്തെ മാതൃക. കുട്ടികൾ നീ പറയുന്നത് കേൾക്കില്ല, പകരം നീ ചെയ്യുന്നത് അവർ നോക്കി പഠിക്കും. നീ സ്ട്രെസ് വരുമ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ആ കുട്ടി കൃത്യമായി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നീ മറ്റൊരാളോട് സോറി പറയുന്നത് കണ്ടാൽ അവനും അത് പഠിക്കും. നീ കാണിക്കുന്ന കരുണയും സ്നേഹവുമാണ് അവനെ ഒരു നല്ല മനുഷ്യനാക്കുന്നത്. നല്ല പാരന്റിംഗ് തുടങ്ങുന്നത് നിന്നിൽ നിന്ന് തന്നെയാണ്. നല്ലൊരു അച്ഛനോ അമ്മയോ ആകാൻ നീ പെർഫെക്റ്റ് ആകണമെന്നില്ല. കൂടെയുണ്ടാകുക, അവരുടെ വാക്കുകൾ കേൾക്കുക, സ്നേഹം കാണിക്കുക. ഒരു കുട്ടിക്ക് വേണ്ടത് ഒരു പെർഫെക്റ്റ് രക്ഷിതാവിനെയല്ല, മറിച്ച് തന്നെ മനസ്സിലാക്കുന്ന ഒരു റിയൽ രക്ഷിതാവിനെയാണ്. നിന്റെ ജീവിതത്തെയും മനസ്സിനെയും കുറിച്ച് സൈക്കോളജി പറയുന്ന ഇത്തരം കാര്യങ്ങൾ ഇനിയും അറിയാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നമുക്ക് ഇനിയും സംസാരിക്കാം.